ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങളെ യാത്ര തുടങ്ങുകയാണ്. രാവിലെ 8 മണിയായപ്പോഴത്തേക്കും നമ്മൾ മുലാക്കോട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലോട്ട് പോവുകയാണ്. അവിടെ കുറേ പ്രഗ്നന്റ് വിമനും അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബീസും ഉണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് വിസിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക. പിന്നെ ഇവിടെ നല്ല തണുപ്പാണ്. രാവിലെയൊക്കെ ആകുമ്പോൾ ഒരു 16 മുതൽ 18 ഡിഗ്രി വരെയും പിന്നെ ഒരു രാത്രിയാകുമ്പോൾ പിന്നെ ഇതൊരു 10-11 ഡിഗ്രിയിലോട്ടൊക്കെ താഴേക്ക് പോകും. ഇതിൻ്റെ കൂടെ മഴ ഉള്ള ദിവസങ്ങളുണ്ട്. മഴയും കോടമഞ്ഞും ഒക്കെ ആയിട്ട് രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പറയുന്ന അമ്മമാരൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് എല്ലാ മടിയും മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഈ പറയുന്ന സ്ഥലത്തേക്കൊക്കെ പോകാനായിട്ട്. ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഫുള്ള് അടഞ്ഞു പോകും. വൺ സൈഡ് അങ്ങ് അടഞ്ഞു പോകും. ഫുള്ള് ലാൻഡ് സ്ലൈഡ്സും അങ്ങനെ മണ്ണിടിച്ചിലാണ് ഇവിടെ മെയിനായിട്ട്. അപ്പം മണ്ണിടിച്ചിലും കാരണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നതൊക്കെ ഇവർ കിലോമീറ്ററോളം നടന്നിട്ടാണ് പോവുക. കാരണം ഈ സൈഡിലോട്ടൊന്നും ബസ്സുകളൊന്നുമില്ല. ജസ്റ്റ് ഷെയർ ടാക്സിയൊക്കെ വല്ലപ്പോഴും ഇവിടെ കൂടുതലായിട്ടും ഷെയർ ടാക്സി ഒരു സ്കീമാണുള്ളത്. അപ്പോൾ ഷെയർ ടാക്സി എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് സിറ്റിയിൽ നിന്ന് പിന്നെ ഒരു ടൗൺ ഏരിയയിലോട്ട് അങ്ങനെ ഒരു ഇതാണ് കാണുക. അല്ലാണ്ട് ഉള്ളിലോട്ടൊക്കെ ഭയങ്കര റയറായിട്ടായിരിക്കും കാണുന്നത്. അതും പിന്നെ ഇവർ അങ്ങനെ ഷെയർ ടാക്സി ഒന്നും നോക്കി നിൽക്കില്ല. കാരണം കുറേ നടക്കാറുണ്ടാവും. വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു നേരവും. അത് കാരണം കൂടുതലും അവർ നടക്കലാണ് ഇവിടുത്തെ ആൾക്കാരുടെ പതിവ്. ഈ ഏരിയ ഫുള്ളും ഇങ്ങനെ പൈൻ മരങ്ങൾ കൊണ്ട് നിറഞ്ഞേക്കാം. അപ്പോൾ പൈൻകായൊക്കെ നല്ല ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ വളരെ ചെറിയ പൈൻകായൊക്കെയാണ് കണ്ടിട്ടുള്ളത്. കുഞ്ഞി ഇലേൻ്റെയൊക്കെ കുഞ്ഞി ഇതായിട്ടുള്ളത്. പക്ഷെ ഇവിടെ നല്ല വലിയ സൈസിലുള്ള പൈൻകായൊക്കെ കാണും. പിന്നെ ഈ ഏരിയയിൽ കുറച്ച് ഈ പാമ്പിൻ്റെ ശല്യവും കൂടുതലായിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ടീം കേട്ടോ. ഞാനും പിന്നെ നേഴ്സുണ്ട്, പിന്നെ ഡ്രൈവറും, പിന്നെ 2 അല്ലാണ്ട് അവിടുത്തെ ലോക്കൽ ഓഫീസേഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ANMസും പിന്നെ CHOയും ഉണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നംകീനും പിന്നെ സേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സോൾട്ടഡ് പീനട്ട് അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് പല ദിവസങ്ങളിലെയും ബ്രേക്ക്ഫാസ്റ്റ്. കാരണം രാവിലെ വെളുപ്പിന് എണീക്കുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഉണ്ടാവില്ല. അങ്ങനെ റോഡും ഞങ്ങളുമായിട്ടുള്ളൊരു മൽപ്പിടുത്തത്തിന് ശേഷം ഞങ്ങൾ സ്ഥലത്തെത്തി. ഇറങ്ങുമ്പോൾ നല്ല തണുപ്പും ഞങ്ങൾ ആ സ്ഥലത്തേക്ക് എത്തിയപ്പോഴത്തേക്കും നല്ല ചൂടുമായി, നല്ല വെയിലൊക്കെ ആയിട്ടാണ്. ഇത് സ്ലോപ്പായിരുന്നു. കഴിഞ്ഞ മഴയത്ത് ആ സ്ലോപ്പ് ഇടിഞ്ഞു പോയി എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്ലോപ്പാണെങ്കിലും സ്റ്റെപ്പാണെങ്കിലും ഇവിടുത്തെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ അമ്മമാരെല്ലാവരും ഇതൊക്കെ എല്ലാവരും നൈസായിട്ട് തരണം ചെയ്യുന്നുണ്ട്. കാരണം വേറെ മാർഗ്ഗമില്ല അവർക്കൊന്നും. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ 2 സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് ഉണ്ടാവും, ഈ ഒരു സ്റ്റെപ്പിന് ഹൈറ്റ്. അങ്ങനെ ഇതൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ അമ്മമാർ ഇതെല്ലാം കയറിയൊക്കെയാണ് വരുന്നത്. നോ കമൻസ്, അതിലൊന്നും പറയാനില്ല. പിന്നെ ഇതാണ് എൻ്റെ ടീം. അമ്മമാർ വന്നിട്ടുണ്ട്. പിന്നെ ഈ പുറകിൽ തൊപ്പി വെച്ച ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചുറോപ്പതിയുടെയാണ് ആൾ. യോഗയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വന്നതാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മളുടെ എക്സാമിനേഷൻ റൂം എന്ന് പറയുന്നത്. ഗ്രാമങ്ങളിലൊക്കെ പലയിടത്തും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾക്ക് റൂട്ടിലിരുന്ന് വരെ എക്സാമിനേഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇതൊരു റൂമും വളരെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിലാണ്. വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഇന്നിപ്പോൾ മെയിനായിട്ട് നമുക്ക് പ്രഗ്നൻറ്റ് വിമൻസിൻ്റെ ANC ചെക്കപ്പും അതുപോലെ തന്നെ വാക്സിനേഷൻ, കുട്ടികളുടെ വാക്സിനേഷനും കാര്യങ്ങളും. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ അടിയിലൊരു കൂട്ടുകാരൻ വന്നിരിക്കുന്നത്, അവിടുത്തെ ഒരു പട്ടിക്കുട്ടൻ. നിറയെ ഈച്ചയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. ഇവിടുത്തെ ഹോം ഡെലിവറീസ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം. ഇത് ഭറാത്ത് പോകുന്നതാണ്. അത് കല്യാണ വണ്ടിയാണ്. പെണ്ണിനെയും ചെക്കനെയൊക്കെ ഇതായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു കാറൊക്കെ. അങ്ങനെ ഞങ്ങളുടെ സബ് സെൻറ്ററിലോട്ട് എത്തി. ഇനി അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.